2026 ഫുട്ബോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും സോഷ്യൽ മീഡിയയും ഒരുപോലെ തിരയുന്ന ഒരു കാര്യമുണ്ട്. പോർച്ചുഗൽ 2-1 ജയിച്ച ആ ഒരു മത്സരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ആ കളിയിൽ മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് ഫുട്ബോളിലെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നിർണായക പെനാൽറ്റി കിക്ക് എടുക്കുന്നതിന് തൊട്ടുമുമ്പ് ക്യാമറയിൽ പതിഞ്ഞ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളുടെ ചലനത്തിലായിരുന്നു. അതെ, ആ സ്റ്റേഡിയത്തിലെ 80,000-ലധികം വരുന്ന കാണികളും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് നോക്കുന്ന ആ ഒരു നിമിഷത്തിൽ റൊണാൾഡോ പന്തടിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം പതുക്കെ എന്തോ പറയുന്നത് കാണാൻ സാധിക്കും. ആ ഒരു കാഴ്ച കണ്ട മുസ്ലിമീങ്ങളായ ആളുകളും അല്ലാത്തവരുമൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ദൃശ്യം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിമീങ്ങൾ അവർ ഏതൊരു കാര്യത്തിനു മുമ്പ് ചൊല്ലാറുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നർത്ഥം വരുന്ന ബിസ്മില്ല എന്ന പദം പറഞ്ഞതുപോലെയാണ് എന്നാണ് തോന്നിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ من علامة الجزاء أمام ليفاكوفيتش أم كريستيانو رونالدو البرتغال من أجل العودة بعد التأخر في النتيجة يدون يا رونالدو. هناك في البرتغال ينادون، هناك في البرتغال يهتفون رونالدو. റൊണാൾഡോ ആ പെനാൽറ്റി കിക്ക് എടുക്കുകയും അത് ഗോളാക്കി മാറ്റുകയും ചെയ്തതിന് പിന്നാലെ ഈ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടർന്നത്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബ്ബിൽ കളിക്കാൻ തുടങ്ങിയത് മുതൽ റൊണാൾഡോ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വളരെയധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്ന ആ ഇസ്ലാമിക സംസ്കാരത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൽ നസർ ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹകളിക്കാരനായിട്ടുള്ള മുൻ ഗോൾ കീപ്പറായ വലീദ് അബ്ദുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാമിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹം മറ്റു മുസ്ലിം കളിക്കാർ ചെയ്യുന്നത് പോലെ മൈതാനത്ത് സുജൂദ് ചെയ്യുന്ന സംഭവങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴായും അദ്ദേഹം ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. Inshallah, if no injuries, inshallah. A good year for Al Nassr, inshallah. മാത്രമല്ല, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബിസ്മില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഭവം ഇതിനു മുമ്പും സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബ്ബിൽ കളിക്കുന്ന സമയത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. എന്തായാലും ഈ ഒരു സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറി. എത്രത്തോളം വലുതാണെന്ന് വെച്ചാൽ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ അൽ ജസീറയും അൽ അറേബ്യയും ഇത് വലിയ വാർത്തയാക്കി മാറ്റി. അൽ അറേബ്യ ഇംഗ്ലീഷിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ അവതാരിക പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാസിനോട് റൊണാൾഡോ യഥാർത്ഥത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു. അതെ, അദ്ദേഹം ബിസ്മില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് മാസിൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. വർഷങ്ങളായി സൗദി അറേബ്യയിൽ കളിക്കുന്നതുകൊണ്ട് അവിടുത്തെ കളിക്കാരും സുഹൃത്തുക്കളും ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മുസ്ലിമീങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ദൈവനാമത്തിൽ എന്നർത്ഥം വരുന്ന ആ ഒരു ബിസ്മില്ല എന്ന വാക്ക് അവർ പറയാറുണ്ട്. റൊണാൾഡോ സൗദി അറേബ്യയിലെ തങ്ങളുടെ സഹകളിക്കാരായ ആ മുസ്ലിമീങ്ങളുടെ സംസ്കാരം ഉൾക്കൊണ്ടതുകൊണ്ട് പെനാൽറ്റിക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞതാകാമെന്നും ആ വാക്ക് റൊണാൾഡോയ്ക്ക് ഭാഗ്യം കൊണ്ടുവന്നു എന്നും മാസിൻ ആ ചർച്ചയിൽ വ്യക്തമാക്കുന്നുണ്ട്. Bismillah. Yeah. Okay, beforehand. Is this something that he does for Al Nassr here? And can you just tell us what it means? Yeah, so he did it before for Al Nassr before taking a free kick. It means in the name of God. So you say it before you start eating, you say it before making a big purchase or making a big decision or before taking a penalty. So it just means in the name of God. It doesn't mean anything. Anyone can say it, and it's like you say it before doing something. So he did it for Al Nassr before taking a free kick, and he did it again yesterday. And it's nice to see, that he's caught up with the culture of playing here in Saudi for a couple of years and then saying it yesterday and scoring. So I hope he keeps saying it so he can keep scoring. Obviously, I'm a Ronaldo fan. But
It's nice to see that he's saying it at such a big stage as well. It's the World Cup, you know? Yeah, absolutely. And it definitely gave him some luck, didn't it? Because he scored that penalty. It's a magic word. It's a magic word. I'm going to start saying it a little bit more now. I'm going to copy it from Ronaldo. എന്നാൽ സംഭവം അങ്ങനെയല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത് ബിസ്മില്ല എന്ന പദമല്ല, നേരെ മറിച്ച് അതൊരു പോർച്ചുഗീസ് വാക്കാണ് എന്നാണ് മറ്റു ചില ആളുകൾ പറയുന്നത്. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫ്രാസലി ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. Make it 6 4 6. He said this. Oh, please break it, please. Left. As much as we would like to believe that he said Bismillah, I don't think that's the case. It's a statement that a Portuguese footballer would say when he's about to take a penalty. And that statement is Veis Makar. Basically a statement of manifestation. Yeah, I'm going to score. I'm going to score. He's encouraging himself to score. But the question is, why did he say it with a B? Veis Makar. Veis Makar. To make it look like he's saying Bismillah. Well, because of the speed that somebody might say it, or because of an accent, somebody might say it with a B. So I think bro's literally saying Bismillah, which ends up looking like Bismillah. Actually, I don't care. I'm going to run with he converted to Islam in Saudi Arabia and he said Bismillah. ഒരു പോർച്ചുഗീസുകാരനായ റൊണാൾഡോ പെനാൽറ്റി കിക്ക് എടുക്കാൻ പോകുമ്പോൾ സാധാരണയായി അവരുടെ രാജ്യത്തെ കളിക്കാർ സ്വയം ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട്, വൈസ് മർക്കാർ. ഇതിനർത്ഥം ഞാനത് ഗോളാക്കും അല്ലെങ്കിൽ ഞാനത് തകർക്കും എന്നൊക്കെയാണ്. റൊണാൾഡോ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഈ ഒരു വാക്ക് പോർച്ചുഗീസ് ഉച്ചാരണത്തിൻ്റെ വേഗതയും ശൈലിയും കാരണം അത് കാണുന്നവർക്ക് ബിസ്മില്ല എന്ന് പറഞ്ഞതുപോലെ തോന്നിയതാണ് എന്നാണ് ഫ്രാസലി ആ ഒരു വീഡിയോ ദൃശ്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ വി എന്ന അക്ഷരവും ബി എന്ന അക്ഷരവും തമ്മിലുള്ള ഉച്ചാരണം വളരെ വേഗത്തിൽ പറയുമ്പോൾ മാറിപ്പോകാൻ വലിയ സാധ്യതയുണ്ട്. ക്യാമറ വളരെ ക്ലോസപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ചുണ്ടുകളുടെ ചലനം ബിസ്മില്ല എന്ന് പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് തനിക്കും ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കേവലം ഒരു പോർച്ചുഗീസ് വാക്ക് മാത്രമാകാനാണ് സാധ്യതയെന്നും ഫ്രാസലി അതിൽ വിലയിരുത്തുന്നുണ്ട്. നോക്കിയത് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനാണെന്ന് ഓർക്കണം. ഒരു മുസ്ലിം ആയതുകൊണ്ട് വേണമെങ്കിൽ അത് അദ്ദേഹത്തിന് ബിസ്മില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് അത് വരുത്തി തീർക്കാമായിരുന്നു. ചുരുക്കത്തിൽ ആ ഒരു പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചുകൊണ്ട് റൊണാൾഡോ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി അത് റൊണാൾഡോയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇനി അഥവാ അദ്ദേഹം ബിസ്മില്ല എന്ന് തന്നെയാണ് പറയുന്നത് എങ്കിൽ അത് ഇസ്ലാമിനോട് അദ്ദേഹം കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിരിക്കാം. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളെ ഭയന്നുകൊണ്ട് അദ്ദേഹം അത് പരസ്യമാക്കാത്തതുമാകാം. ഇനി അതല്ല, അത് പോർച്ചുഗീസ് വാക്കായ വൈസ് മർക്കാരായിരുന്നെങ്കിൽ പോലും തൻ്റെ രാജ്യത്തെ ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ റൊണാൾഡോ എടുത്ത ആ ഒരു പെനാൽറ്റി കിക്ക് ഒരു വലിയ വിജയം തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു ദൃശ്യം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. നോക്കൂ, എന്തായാലും അദ്ദേഹം പറഞ്ഞത് ബിസ്മില്ല എന്ന പദമാണെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വളരെ ആദരവോടുകൂടി കാണുന്ന, ബഹുമാനത്തോടുകൂടി കാണുന്ന, അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ ഒരു തീവ്രവാദത്തിൻ്റെ മതമാക്കി മാറ്റാൻ ചില ശക്തികൾ അജണ്ടയിടുന്ന ഒരു കാലഘട്ടത്തിലാണ് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഫോളോ ചെയ്യുന്ന, അവർ ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഫുട്ബോളിലെ ഇതിഹാസം ആ ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്നത്. അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ്.